கொஞ்சம் தள்ளுங்க சார். എന്തൊക്കെ கொஞ்சம் தள்ளுங்க சார். കോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. നിങ്ങളൊക്കെ വിചാരിച്ചപ്പോ മണവാളിന് നല്ല ഇടി കിട്ടുന്നു, മണവാളിനെ ഇടിച്ച് പരത്തി തൂറിപ്പിക്കുന്നൊക്കെ അല്ലേ വിചാരിച്ചു വെച്ച്? ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നില്ലേ തന്റെ മനസ്സിലിപ്പോ? ഈ ഗെയിം ജയിക്കാൻ പോകുന്നത് നമ്മളെ മണവാളിനാണ്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒന്നുമില്ല കിട്ടാൻ, ഒരു ഫൈറ്ററെ കിട്ടാൻ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിനക്ക് അതും പറഞ്ഞ് തടി തപ്പാ. തമിഴ്നാട്ടിലാവുമ്പോ അറിയുന്ന ആൾക്കാരുണ്ടാവില്ലല്ലോ. ഇവന് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, തീർന്നു കിട്ടിയല്ലോ. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. ഈ 2.5 ലക്ഷം കൊടുത്ത ആളും ഫേക്കാണ്, അതേപോലെ തന്നെ മണവാളിനും ഫേക്ക്. എല്ലാം സ്ക്രിപ്റ്റ് ആണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെ കേരളത്തിലുള്ള ഒരാളെ കൂടെ ഫൈറ്റ് ചെയ്ത് ജയിക്ക്, അതിനുണ്ട് ഒരു ആണത്വം. മണവാളൻ ഇപ്പോൾ പുതുതായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആരെയോ ഇറക്കിയിട്ടുണ്ട്. 13 രൂപയായി, കാശ് നോക്കില്ല. സപ്പോർട്ടിന് ഷാജഹാനും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ തിരക്കഥ കുറച്ചുകൂടെ ശക്തമായിട്ടുണ്ട്. അതിനകത്ത് ഷാജഹാന്റെ സൈനും ഉണ്ട്, സ്ക്രിപ്റ്റഡ് അല്ല, ഒറിജിനൽ ആണ്. ഞാനേ മണ്ടൻ, കൂടുള്ള നീ മണ്ടനെ നമ്മളെങ്ങനെ വളരും? സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, നല്ല MMA ഫൈറ്റേഴ്സിന് ഇത് കണ്ടിട്ട് ക്ഷമിക്കാൻ സാധിക്കും. അതുകൊണ്ട് അവരിൽ പലരും ചലഞ്ചിനും ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? വെറുതെ അങ്ങ് ചലഞ്ചിന് വിളിക്കുകയല്ലായിരുന്നു. 3 തൊട്ട് 10 വരെയുള്ള ലക്ഷങ്ങൾ എണ്ണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അടി കൊണ്ട പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരും. ആദ്യത്തെ ആള് സെബിൻ കെ ഇബ്രാഹിം. ഇദ്ദേഹം വേൾഡ് റാങ്കില് GAMMA 8th റാങ്കിൽ. എനിക്ക് ഭയങ്കര പേടിയാ. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിന് കൊടുക്കണം. അടുത്ത ആള് അർജുൻ. GAMMA 9th റാങ്ക് ആണ്. മൊയ്തായ് ഫൈറ്റിംഗില് ഇന്ത്യയിലെ റാങ്ക് നമ്പർ 1. ഇനി അടുത്ത ആള് ആയുഷ് ദീപു. GAMMA വേൾഡില് റാങ്കില് 5th. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല. 3 ടൈം നാഷണൽ. മണവാളൻ ഇവരോടൊക്കെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളൊന്നും അത് സമ്മതിക്കുമെന്ന് തോന്നുന്നു. മണവാളനും അത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ വഴി കണ്ടിട്ടില്ല. പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെ. എന്താണെങ്കിൽ ഈ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും മണവാളൻ ഇറങ്ങാത്തത് വേറൊന്നും. ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ അവസാനിപ്പിച്ചിട്ട് റിയൽ ഫൈറ്റർ ആവുക. കൈയടിക്കാനും ആൾക്കാരുണ്ടാവും. ഇന്ന് കൂവി വിളിക്കുന്നവർ കൈയടിക്കുമെന്ന് ഉറപ്പ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.